one and all, most revered Checkup sir, most respected principal ma'am, the star pillars of the Grama Panchayat, all the members and all the other dignitaries, my beloved parents, especially all my brothers and sisters, all my cute children. Once again, I'm very happy evening to one and all. ഈ ഒരു ഒക്കേഷനിൽ നിൽക്കുമ്പോൾ 1984 10ാം ക്ലാസ്സിൽ റാങ്ക് വാങ്ങിയപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സോപ്പ് പെട്ടി സമ്മാനം വാങ്ങിയ ഒരു മംഗള മുഹൂർത്തം എനിക്ക് ഓർമ്മ വരികയാണ്. ആൻഡ് ഇറ്റ്സ് എ വെരി ചെയർഫുൾ മൊമെന്റ്. ആൻഡ് മാത്രമല്ല, ഇങ്ങനൊരു ഞാൻ ആദ്യമായിട്ടാണ് ഈ പ്രദേശത്ത് വരുന്നത്. ഇത് തൊട്ടടുത്തൊക്കെ പലയിടത്തും ക്ലാസ്സുകളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് ഫസ്റ്റ് ടൈം ദാറ്റ് ഐ ആം കമ്മിങ് ടു കുളത്തൂപ്പുഴ. ഇങ്ങനൊരു ഗ്രാമാന്തരീക്ഷത്തിൽ ഇങ്ങനൊരു സ്കൂള് കെട്ടിപ്പടുക്കുകയും വരുന്നൊരു തലമുറയെ വാർത്തെടുക്കാനുള്ള വലിയൊരു ഉദ്യമത്തിൻ്റെ ഭാഗമായി അതിൻ്റെ ഒരു സെലിബ്രേഷൻ എന്ന് നടത്തുന്ന ഈ സ്കൂളിന് എല്ലാവിധ ഭാവുകങ്ങളും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് അതിനെ സമർപ്പിക്കുന്നു. താങ്ക് യു. വളരെ കുറച്ച് നേരം സംസാരിക്കുന്നുള്ളൂ, കാരണം ഐ നോ ദറ്റ് ഓൾ ഓഫ് യു ആർ ക്യൂരിയസ്ലി വെയിറ്റിംഗ് ടു സീ ദ ബ്യൂട്ടിഫുൾ പെർഫോമൻസ് ഓഫ് യുവർ ഓൾ ബിലവഡ് കിഡ്സ്. അപ്പോൾ അവരുടെ പെർഫോമൻസിൻ്റെ ഇടയിൽ എൻ്റെ പെർഫോമൻസ് മോശമാക്കുന്നു. പക്ഷെ ഈ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ ഞാൻ 57 വയസ്സ്, 35 വർഷം, മനഃശാസ്ത്രത്തിൻ്റെ ലോകമാണ് എൻ്റെ ലോകം. നിങ്ങളിപ്പോൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നതൊക്കെ വളരെ ഹാപ്പി ഫേസസ് ആണ്, കാരണം നിങ്ങളുടെ മക്കൾ ഇങ്ങനെ അവാർഡ് വാങ്ങുന്നു. ഞാനെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങളുടെ ജോലി എന്നെ കണ്ടുകൊണ്ടിരിക്കലും കേട്ടുകൊണ്ടിരിക്കലുമാണ്. ഇന്ന് ലോകത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം കേൾക്കാൻ ആളില്ല എന്നുള്ളതാണ്. ഞാനൊക്കെ 3 മണിക്കൂർ മുതൽ 9 മണിക്കൂർ വരെയൊക്കെ കേട്ടിട്ട്, ഒരു 9 മണിക്കൂറാണ് എൻ്റെ 35 വർഷത്തെ മനഃശാസ്ത്ര ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്. ഒരു പെൺകുട്ടിയെ 3 കല്യാണം കഴിഞ്ഞ് 3 കല്യാണം ഡിവോഴ്സായി ആത്മഹത്യക്ക് ശ്രമിച്ച് വളരെ ഗുരുതരമായ അവസ്ഥയിൽ നിന്ന് തിരിച്ചു വന്നൊരു പെൺകുട്ടിയെ കേട്ടത് 9 മണിക്കൂറാണ്. ആ 9 മണിക്കൂർ നേരം 1-2 തവണ ബാത്റൂമിൽ പോയി കുറച്ച് വെള്ളം കുടിച്ചതിലപ്പുറം അങ്ങനെയുള്ള ഒരു അനുഭവം എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം കേൾക്കാൻ ആളില്ല എന്നുള്ളതാണ്. മാത്രമല്ല, നമ്മളിപ്പോൾ ജീവിക്കുന്ന ഈ ഒരു സാഹചര്യം 2025 എല്ലാത്തിലും നമ്പർ 1 എന്ന് ഉറക്കെ അഭിമാനിക്കുകയും അഹങ്കരിക്കുകയും ചെയ്യുന്ന കേരളം ഓരോ ദിവസവും രാവിലെ പത്രം വായിക്കരുത്, TV തുറക്കരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് എത്ര പേരെ കൊന്നു, ആരെയൊക്കെയാണ് കൊന്നത്, നമ്മുടെ അയൽവക്കത്ത് എത്ര പേര് ചുറ്റിക കൊണ്ട് അടിച്ച് കൊല്ലപ്പെട്ടു, കത്തി കൊണ്ട് വെട്ടി കൊല്ലപ്പെട്ടു, പെട്രോൾ ഒഴിച്ച് കത്തിക്കപ്പെട്ടു, നമുക്കറിയില്ല. ഇതൊക്കെ പൊതുജനം കാണുമ്പോൾ ഞങ്ങളുടെ ജോലി ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് അന്വേഷിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ 1945 രണ്ടാമത്തെ ലോകമഹായുദ്ധം അവസാനിച്ച സമയത്ത് ആ കാലത്ത് യുദ്ധത്തില് നിരവധി യുദ്ധ തടവുകാരെ വളരെ ഭീകരമായ രീതിയിൽ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ പിടിച്ചിടുകയുണ്ടായി. അങ്ങനെയുള്ള ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ എങ്ങനെയോ രക്ഷപ്പെട്ടു പോയ ആ ചെറുപ്പക്കാരൻ ഒരു കത്തെഴുതി. ഇന്ന് നിങ്ങളുടെ ഗൂഗിൾ ഡൊമൈനിലൊക്കെ ഇത് ഇഷ്ടംപോലെ കിട്ടും. ഞാനിതിവിടെ പറയാൻ കാരണം 2 ലക്ഷത്തിൽ ചില്ലം അധ്യാപകരെ എൻ്റെ 35 വർഷത്തെ കരിയറിനകത്ത് എനിക്ക് ട്രെയിൻ ചെയ്യേണ്ടി വന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടം അധ്യാപകർക്ക് ക്ലാസ് എടുക്കുകയാണ്. അതിന് കാരണമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഈ ചെറുപ്പക്കാരൻ ഈ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് ഒരു കത്തെഴുതി. എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെല്ലാവരും ആൽഫ തലമുറയുടെ കുട്ടികളുടെ അച്ഛനമ്മമാരാണ്. നിങ്ങളാകട്ടെ Z കാറ്റഗറി അല്ലെങ്കിൽ Z തലമുറയിൽ നിന്ന് രക്ഷിതാക്കളാണ്. ഞാനൊക്കെ വൈയിൽ ഇവിടെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, ബാക്കിയൊക്കെ Z ആണ്. എന്നാൽ നിങ്ങളുടെ കുട്ടികൾ ആൽഫയാണ്. ഞാനൊരു 10 മിനിറ്റോടെ അതൊക്കെ ഒന്ന് പറയാം. അപ്പൊ ഈ ചെറുപ്പക്കാരൻ കത്തെഴുതിയത് ആർക്കെന്നറിയാം? നമ്മളൊക്കെ വിചാരിക്കുക ഏതെങ്കിലും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കോ പ്രസിഡന്റിനോ അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലിനോ ആയിരിക്കും ഇദ്ദേഹം കത്തെഴുതിയെന്ന് നമ്മൾ കരുതുമെങ്കിൽ തെറ്റിപ്പോയി. ഈ ചെറുപ്പക്കാരൻ കത്തെഴുതിയത് ഒരു ടീച്ചർക്കാണ്. അതിൽ അദ്ദേഹം എഴുതി, മൈ ഐസ് ഹാവ് സീൻ നോ ഐ ഷുഡ് സീ. ഒരു കണ്ണുകൾ പോലും ലോകത്തിൽ കാണാൻ പാടില്ലാത്തത് എന്റെ കണ്ണുകൾ ആ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കണ്ടു. എന്താണ് യുദ്ധ തടവുകാരെ പിടിച്ചു വെച്ചിരിക്കുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പിലെ ചെറുപ്പക്കാരൻ കണ്ടത് എന്നാണ് നമ്മൾ കേൾക്കേണ്ടത്. അദ്ദേഹം പറഞ്ഞു, ഗ്യാസ് ചേമ്പേഴ്സ് ആർ ബിൽറ്റ് ബൈ ഗ്രാജുവേറ്റ് എഞ്ചിനീയേഴ്സ്. ബിടെക് കഴിഞ്ഞ, എംടെക് കഴിഞ്ഞ
എഞ്ചിനീയർമാർ ഉണ്ടാക്കിയ ഗ്യാസ് ചേമ്പേഴ്സ് ഞാൻ അവിടെ കണ്ടു. അതിനകത്ത് എന്താ നടക്കണമെന്ന് അറിയാമോ? ചെറുപ്പക്കാരെ ശ്വാസം മുട്ടിച്ച് കൊല്ലുക. യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ചെറുപ്പക്കാരെ പിടിച്ചു കൊണ്ടുവരുന്നു. നാളെയുടെ ലോകത്തിന്റെ വാഗ്ദാനങ്ങളെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്നു. പക്ഷെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന ഗ്യാസ് ചേമ്പർ ഉണ്ടാക്കിയതാരാണ്? ഗ്രാജുവേറ്റ് എഞ്ചിനീയേഴ്സ്. പിന്നെ അദ്ദേഹം പറഞ്ഞു, പിന്നെ എന്റെ കണ്ണുകൾ കണ്ടത് എന്താണെന്ന് അറിയാമോ? അമ്മമാരെയും കുഞ്ഞുങ്ങളെയും വിഷം കുത്തിവെച്ച് കൊല്ലുന്ന ഡോക്ടർമാരെ ഞാൻ കണ്ടു. ആലോചിച്ചു, ഈസ് ഇറ്റ് ഈസി ടു ബിക്കം എ ഡോക്ടർ നൗ? +2 സയൻസ് പഠിക്കണം, 2-3 കൊല്ലം എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യണം, 6 കൊല്ലം മെഡിസിൻ പഠിക്കണം, അത് കഴിഞ്ഞ് വീണ്ടും എൻട്രൻസ് എഴുതണം, അത് കഴിഞ്ഞ് 3 കൊല്ലം PG പഠിക്കണം, 14 വർഷം വേണം ഇന്നത്തെ കാലത്ത് +2 കഴിഞ്ഞ ഒരു കുട്ടിക്ക് ഡോക്ടർ ആവാൻ. 14 ഇയേഴ്സ്. അപ്പോൾ ഏതാണ്ട് 10-12 കൊല്ലം മെഡിസിൻ പഠിച്ച ഡോക്ടർമാർ ചെയ്യുന്നത് എന്താണ്? അവിടെ കുഞ്ഞു മക്കളെ വിഷം കുത്തിവെച്ച് കൊല്ലുന്നു. അദ്ദേഹം ശരിക്കും കണ്ടതാണ് പറയുന്നത്. ഇതൊന്നും അതിശയമല്ല, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. മാത്രമല്ല, ട്രെയിൻഡ് നഴ്സസ്, നന്നായിട്ട് പരിശീലനം നേടിയ നഴ്സുമാര്, they are killing pregnant ladies. ഗർഭിണികളായ ആ സ്ത്രീകളെ അവര് കൊല്ലുന്നു, മരുന്ന് കൊടുത്ത് കൊല്ലുന്നു. ഇതൊക്കെ കണ്ടിട്ട് അദ്ദേഹം ടീച്ചർക്ക് ലെറ്റർ എഴുതിയിരിക്കുകയാണ്. സോ മൈ ടീച്ചർ, I have an appeal to you. എന്റെ പ്രിയപ്പെട്ട ടീച്ചർ, എനിക്ക് അങ്ങയോട് അല്ലെങ്കിൽ അവിടുത്തോട് ഒരു അഭ്യർത്ഥനയുണ്ട്. വാട്ട് ഈസ് അപ്പീൽ? പ്ലീസ് മേക്ക് അവർ ചിൽഡ്രൻ ഹ്യൂമൻ. നമ്മുടെ കുട്ടികളെ കുറച്ചൊന്ന് മനുഷ്യത്വമുള്ളവരാക്കി മാറ്റൂ. ഇൻസ്റ്റെഡ് ഓഫ് മേക്കിംഗ് ദം മോൺസ്റ്റേഴ്സ്. ബുദ്ധി രാക്ഷസന്മാരെ സൃഷ്ടിക്കുന്നതിന് പകരം മനുഷ്യത്വമുള്ളവരാക്കി മാറ്റൂ എന്ന് അദ്ദേഹം ഈ ടീച്ചർക്ക് കത്തെഴുതി. ഇന്ന് കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങളെ നമ്മളൊന്ന് കൂട്ടിച്ചേർക്കണം. കഴിഞ്ഞ ദിവസം വെഞ്ഞാറമൂട് ഒരു കുടുംബത്തിൽ 5 പേരെ തലക്കടിച്ച് കൊന്നു. സ്കൂളിൽ പോകാത്തവനല്ല, വിദ്യാഭ്യാസം നേടാത്തവനല്ല. ഞാൻ മലപ്പുറം ജില്ലക്കാരനാണ്. എൻ്റെ തൊട്ടടുത്ത ജില്ലയാണ് വയനാട്. കഴിഞ്ഞ തവണ അവിടെ ഒരു പാവം വിദ്യാർത്ഥിയെ കൂടെ പഠിക്കുന്ന കുട്ടികൾ വെള്ളം പോലും കൊടുക്കാതെ ഇഞ്ചിഞ്ചായിട്ട് കൊന്നു. തൊട്ടു പിന്നാലെ കുറച്ച് കുട്ടികളെ, ഒന്നും അറിയാത്ത പാവം മക്കളെ, കൂടെ പഠിക്കുന്നവർ കത്തിക്കൊണ്ട് വരഞ്ഞ് അവരുടെ ജീവിതം തകർത്തു കളഞ്ഞു. ഇതൊക്കെ ഇന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു അത്ഭുതമുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഇനി ഇത് നിത്യസംഭവമാകാൻ പോവുകയാണ്. ഇതൊരു സ്റ്റാർട്ടിംഗ് ആണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രസക്തി ഉണ്ടാവുക. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ നടക്കുന്നത്? എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ കുട്ടിക്കാലത്ത് ബാംഗ്ലൂരിലും ബോംബെയിലും മയക്കുമരുന്നുണ്ടെന്ന് കേട്ടിട്ട് ഞങ്ങളൊക്കെ അത്ഭുതത്തോടെ നോക്കി നിന്നിട്ടുണ്ട്. മയക്കുമരുന്ന്, അതെന്താ സാധനം? എന്നാൽ നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്ക് തോന്നുന്നു, കഴിഞ്ഞ 5 വർഷമായിട്ട് കേരള പോലീസിന്റെ ആന്റി നാർക്കോട്ടിക് ക്യാമ്പയിൻ, മയക്കുമരുന്നിനെതിരെ വിദ്യാർത്ഥികളുടെ ഇടയിൽ ക്യാമ്പയിൻ നടത്താൻ വേണ്ടിയിട്ട് പോലീസിനും SPCക്കും കുട്ടികൾക്കൊക്കെ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കേരളത്തിൽ ഇപ്പോൾ നാം പറയുന്ന നമ്മുടെ കേരളത്തിൽ 45% സ്കൂൾ വിദ്യാർത്ഥികൾ മയക്കുമരുന്നിന് അടിമകളാണ്. ഇനി ഇതിന്റെ പെർസെന്റേജ് കൂടുകയല്ലാതെ ഒരിക്കലും കുറയില്ല. അപ്പൊ നമുക്കൊരു തോന്നലുണ്ടായിരുന്നു, അത് ബോംബെയിലല്ലേ, അത് പിന്നെ ബാംഗ്ലൂരിലായി, കുറച്ച് കഴിഞ്ഞപ്പോൾ കോയമ്പത്തൂരായി, പിന്നെ നമ്മൾ കേട്ടു കൊച്ചിയിലായി. ഞാനിപ്പോ താമസിക്കുന്ന എറണാകുളത്താണ്. രാത്രി 2 മണിക്ക് എറണാകുളത്ത് കൂടെ മെയിൻ റോഡിൽ കൂടെ നിങ്ങൾക്കോ എനിക്കോ വണ്ടി ഓടിച്ച് പോകാൻ പറ്റില്ല. ഞാൻ വണ്ടി ഓടിച്ച് പോകുന്നതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അതായത് കേരളത്തിന്റെ മറ്റു 13 ജില്ലകളിൽ നിന്ന് പഠിക്കാനായി അമ്മമാരും അച്ഛന്മാരും പാടത്തും പറമ്പത്തും പണിയെടുത്ത് വട്ടിപ്പലിശയ്ക്ക് പണം വാങ്ങിച്ചിട്ട് മക്കളെ പഠിപ്പിക്കാൻ വിടുമ്പോൾ മക്കൾ രാത്രി ഉടുത്തുണിയില്ലാതെ എറണാകുളത്ത് മെയിൻ റോഡിൽ കൂടെ എഴയുന്നത് കാണണമെങ്കിൽ ഇവിടുന്ന് ഒരു 5 മണിക്കൂർ യാത്ര ചെയ്താൽ മതി. അപ്പൊ നമ്മൾ പറഞ്ഞു, എറണാകുളത്തല്ലേ ഇത് വന്ന് നമ്മുടെ ഗ്രാമാന്തരങ്ങളിൽ പോലും എത്തിയിരിക്കുന്നു. എവിടെയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ്, എവിടെയാണ് വഴി തെറ്റിയത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. ആ സമയത്താണ് എനിക്കൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ. ശരിക്കും ഞാനിങ്ങനെ സ്റ്റേജിൽ സംസാരിക്കുന്ന ആളല്ല, അതുകൊണ്ടാണ് ഞാൻ കോഡ്ലെസ് വേണമെന്ന്. എനിക്ക് താഴെ നിന്ന് നിങ്ങളോടൊക്കെ വന്ന് സംസാരിക്കാൻ ഇഷ്ടം. എന്റെ മുമ്പിലിരിക്കുന്ന Z വിഭാഗത്തിൽപ്പെട്ട രക്ഷിതാക്കൾ, നിങ്ങളൊക്കെ Z ആണ്. നിങ്ങളുടെ കുട്ടികൾ ഇപ്പോൾ ആൽഫയാണ്. ആരാണ് ഈ ആൽഫ?
2010 എന്ന് പറഞ്ഞ വർഷത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. 2010, 15 വർഷം പിറകിൽ 3 കാര്യങ്ങളാണ് 2010 സംഭവിച്ചത്. ഒന്ന്, ദ ആഡ്വെന്റ് ഓഫ് ഐപാഡ്. ആപ്പിൾ കമ്പനി അവരുടെ ഐപാഡ് ലോഞ്ച് ചെയ്തത് 2010. അതായത് നമുക്കൊക്കെ പാഡ്, ഫോണിന് പകരം കുറച്ചുകൂടി വലിയൊരു സ്ക്രീൻ കിട്ടി. രണ്ടാമത്തെ ആഡ്വെന്റ് എന്തായിരുന്നു അറിയുമോ? ആഡ്വെന്റ് ഓഫ് ഇൻസ്റ്റഗ്രാം. ഇന്ന് കേരളത്തിലെ ബഹുഭൂരിപക്ഷം കുടുംബങ്ങളെയും പ്രത്യേകിച്ച് യുവതലമുറയും പൂർണ്ണമായും കാർന്നു തിന്നുന്ന കൊറോണയേക്കാൾ മാരകമായ വിഷമാണ് ഇൻസ്റ്റാഗ്രാം എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കതിനൊരു അതിശയോക്തി തോന്നണ്ട. എന്റെ ജോലി മനഃശാസ്ത്രമാണ്. ഒരു ദിവസം എത്ര പേരെയാണ് ഞാൻ കാണുന്നത് എന്ന് എനിക്ക് അറിയില്ല. 13, 14, 15 വയസ്സ് ടീനേജിൽ കണ്ടിരുന്ന പ്രവണത 5ലും 6ലും 7ലും പഠിക്കുന്ന കുട്ടികളിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇൻസ്റ്റാഗ്രാമിന് ഇവരൊക്കെ അടിമകളായി കഴിഞ്ഞു. ഒരു ഇൻസ്റ്റാഗ്രാം ഉണ്ടെങ്കിൽ ഏത് കുടുംബവും ആത്മഹത്യയുടെ വക്കിലെത്തിക്കാൻ ഇന്ന് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ കണ്ടുപിടുത്തത്തെ നമ്മൾ മോശമാക്കി കാണരുത്. കണ്ടുപിടുത്തത്തെ ഉപയോഗിക്കുന്ന ആ വ്യക്തികളുടെ ആ ഒരു ഉപയോഗ രീതിയെ നമുക്കിപ്പോഴും മാനേജ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ് നമ്മുടെ പരാജയം. അപ്പൊ ഒന്ന് ഐപാഡ് 2010, രണ്ടാമത്തെ ഇൻസ്റ്റാഗ്രാം, മൂന്നാമത്തതാണ് അത്ഭുതം, നിങ്ങളുടെയൊക്കെ മക്കൾ. 2010 ജനുവരി 1-ാം തീയതി രാവിലെ 12:03 ആദ്യത്തെ ആൽഫ കുട്ടി ജനിച്ചു എന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. ആദ്യത്തെ ആൽഫ കുട്ടി ജനിച്ചു. അപ്പോൾ 2010 ജനുവരി 1 മുതൽക്ക് 2024 ഡിസംബർ 31 വരെ ജനിച്ച മക്കൾ, അതായിരിക്കുമല്ലോ ഇപ്പൊ നിങ്ങളുടെ കുട്ടികൾ ഇവിടെ, ഇവരൊക്കെ വിടുന്ന ഇവരുടെ ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്, ആ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആൽഫ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ഇനി 2025 ഇപ്പൊ നമ്മൾ ഫെബ്രുവരി അവസാനിക്കാൻ പോകണം. ഈ ജനുവരി 1 മുതൽക്ക് തുടങ്ങിയ അടുത്ത തലമുറയുടെ പേര് ബീറ്റ എന്നാണ്. ഇനി രസം എന്താണെന്നറിയാമോ? ഈ ആൽഫ എന്ന് പറയുന്ന നിങ്ങളുടെ കുട്ടികൾ ഒരു പക്ഷെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഭാഗ്യവാന്മാരാണ്. കാരണം അവർ ഡിജിറ്റൽ എറയിൽ ജനിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ്. പക്ഷെ ഇനി ഇപ്പൊ തുടങ്ങിയിട്ടുള്ള ആൽഫ കഴിഞ്ഞ് ബീറ്റയുടെ അവസ്ഥ എന്തെന്ന് ഞങ്ങൾക്കൊന്നും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. മാത്രമല്ല അവരുടെ ഭാവിയിൽ എന്താകുമെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ ഉള്ള പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് റിക്വസ്റ്റ് ഉള്ളത്, എപ്പോഴെങ്കിലും വന്നൊരു പാരന്റിങ് ക്ലാസ് കേട്ട് പോകുന്നതിന് പകരം എനിക്ക് സ്കൂളുകളോടും റിക്വസ്റ്റ്, ഞാൻ പലപ്പോഴും സ്കൂളിലൊക്കെ പോകുമ്പോൾ പറയാറുണ്ട്, സ്കൂളിന്റെ റെഗുലർ കരിക്കുലത്തിന്റെ ഭാഗമായി ഒരു വർഷം ഒരു 4 ദിവസത്തിൽ 3 മണിക്കൂർ മിനിമം വെച്ചിട്ട് പാരന്റിങ് സെഷൻ നിർബന്ധമാണ്. അതിനർത്ഥം ഞാനെല്ലാം തികഞ്ഞവരും നിങ്ങൾക്ക് അറിയാത്തവരുമാണെന്ന അർത്ഥത്തിലല്ല. ഞാൻ അടക്കമുള്ളവർ ഇനി പഠിച്ചേ പറ്റൂ. കാരണം ഈ കുട്ടികളെ മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻസിഡൻസ് കൂടും. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ, ഇപ്പോ കഴിഞ്ഞ ദിവസം എനിക്ക് ബാംഗ്ലൂരില് ഇൻഫോസിസ് എന്ന് പറയുന്ന IT കമ്പനിയിൽ എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മകനാണ് അതിൻ്റെ റിക്രൂട്ട്മെന്റ് മാനേജർ. അപ്പൊ ഞാൻ അദ്ദേഹമായിട്ട് എൻ്റെ മകളുടെ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്നെ ചേട്ടാ എന്ന് വിളിക്കാം, ചേട്ടാ ഞാനൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ പറയാം. ഞാൻ ചോദിച്ചാൽ എന്താണ്? ഞങ്ങൾക്ക് കമ്പനിന്ന് പുതിയൊരു നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്താ നിർദ്ദേശം? 2000-ന് ശേഷം ജനിച്ച കുട്ടികളെ കഴിയുമെങ്കിൽ ഇനി ജോലിക്ക് എടുക്കണ്ട എന്ന്. നിങ്ങളത് കേൾക്കുന്നത് ഞാൻ മനസ്സിലാക്കും. അതായത് AD 2000-ന് ശേഷം ജനിച്ച എന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു 25 വർഷത്തിനകത്ത് ജനിച്ച കുട്ടികളെ കഴിയുമെങ്കിൽ ജോലിക്ക് എടുക്കണ്ട. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾ അങ്ങനെ ഒരു നിയമം പാസ്സാക്കാൻ കാരണം? അല്ല, ഇതൊരു ഇന്റേണൽ സീക്രസിയാണ്, ഇത് പുറത്ത് പറയാൻ പാടില്ല. അപ്പൊ അത് ചേട്ടന് പറയേണ്ടത് അറിയാലോ, ബിക്കോസ് യു ആർ എ സൈക്കോളജിസ്റ്റ്. എനിക്കറിയാം. എന്നിരുന്നാലും നിങ്ങളുടെ കണ്ടെത്തൽ എന്താണ്? അവർ പറഞ്ഞത്, ഈ സൊസൈറ്റിക്ക് ദർ ഇസ് നോ കമ്മിറ്റ്മെന്റ്. ഒരു കമ്മിറ്റ്മെന്റും ഇല്ല. ആരോട്? തന്നോടില്ല, തന്റെ കുടുംബത്തോടില്ല, സമൂഹത്തോടില്ല. അത് അവരെ കുറ്റമായിട്ട് കാണരുത്. അവരെ വളർത്തിയെടുക്കുന്ന രീതിക്കാണ് അവിടെ അപകടം പറ്റിയത്. പലപ്പോഴും 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൗൺസിലിങ്ങിന് കൊണ്ടുപോകരുതെന്ന് ഞങ്ങൾ പറയാറുണ്ട്. 10 വയസ്സിന് താഴെയുള്ള കുട്ടിയിൽ എന്തെങ്കിലും പ്രകടമായ മാനസിക പ്രശ്നങ്ങൾ കണ്ടാൽ അച്ഛനും അമ്മയ്ക്കും കൗൺസിലിംഗ് കൊടുക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അവിടെ കുട്ടിക്കല്ല കൗൺസിലിംഗ് കൊടുക്കേണ്ടത്. കാരണം കുട്ടികളുടെ മനഃശാസ്ത്രം പഠിക്കുമ്പോൾ മനസ്സിലാവും, ഓരോ കുട്ടിയും കണ്ടു പഠിക്കുന്നു, കേട്ടു പഠിക്കുന്നതിനേക്കാൾ. ഞാനും നിങ്ങളും കണ്ടു പഠിച്ചവരാണ്. ഞങ്ങളുടെ തലമുറ, ഞാൻ വയ്യാണ്, ആരും ഇപ്പൊ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു, ഞാനൊക്കെ വയ്യാണ്. അപ്പോ എന്ന് വെച്ചാൽ 1970-ന് മുമ്പ് ജനിച്ചവർ, ഞാൻ 68-ൽ ജനിച്ചതാണ്, അത് വയ്യാണ്. അതിനുശേഷം വന്നവര് Z. അപ്പൊ ഞങ്ങൾക്കൊക്കെ ഉള്ളൊരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛനും അമ്മയും എന്തെങ്കിലും കാര്യത്തിൽ ഞങ്ങളെ ശ്രദ്ധിക്കാൻ ഇല്ലായിരുന്നെങ്കിൽ
തൊട്ടു പിറകെ നമ്മളെ ശ്രദ്ധിക്കാനും നമ്മളെ ചേർത്ത് പിടിക്കാനും മുത്തശ്ശനും മുത്തശ്ശിയും എന്ന് പറയുന്ന രണ്ടുപേര് വീട്ടിലുണ്ടായിരുന്നു. അച്ഛൻ അടിച്ചാൽ, അമ്മ അടിച്ചാൽ മുത്തശ്ശി വന്ന് ചേർത്ത് പിടിച്ച് തല്ലരുതെന്ന് പറഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു 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 കുടുംബ വ്യവസ്ഥ നമുക്കുണ്ടായിരുന്നു. അത് ഇനി പോസിബിൾ അല്ല. ഇന്നത്തെ എന്താണ് പ്രശ്നം? സെഡ് എന്ന് പറയുന്ന പാരന്റ്സിന് ജനിച്ചിരിക്കുന്നത് ആൽഫ എന്ന് പറയുന്ന കുട്ടിയാണ്. സെഡ് എന്ന് പറയുന്ന പാരന്റ് നമ്മളാണ്. നമുക്കൊന്നിനും നേരമില്ല, നിപ്പിൽ നിൽക്കാൻ നേരമില്ല, ഓടുകയാണ്. ആരും പറഞ്ഞിട്ട് കാര്യമില്ല, ജീവിതം അങ്ങനെ ആയിപ്പോയി. അപ്പോൾ നമ്മൾ പരക്കം പായുമ്പോൾ നമ്മൾ മറന്നു പോകുന്നത് നമുക്ക് ദൈവികമായി കിട്ടി. ഞാൻ അങ്ങനെ പറയുള്ളൂ. കാരണം എന്റെ ക്ലിനിക്കിൽ പലപ്പോഴും കല്യാണം കഴിച്ച് 10, 12, 13 കൊല്ലം കഴിഞ്ഞ് മക്കളില്ലാത്ത സ്ത്രീകൾ വന്ന് അലറി വിളിച്ച് കരഞ്ഞിട്ടുണ്ട്. മാതൃത്വം അനുഭവിക്കാൻ ഭാഗ്യം കിട്ടാതെ പോയവർ കരയുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതിന്റെ ഇടയിലാണ് നമ്മൾ ഭാഗ്യവാന്മാരായത്. രണ്ടാമത്തത്, മനഃശാസ്ത്രത്തിൽ ഞാൻ ആദ്യമായിട്ട് ഗവേഷണം ചെയ്തത് കുട്ടികളിൽ കാണുന്ന വൈകല്യങ്ങളെ കുറിച്ചിട്ടാണ്. എന്തുകൊണ്ട് മന്ദബുദ്ധിയായിട്ടുള്ള കുട്ടികൾ ഉണ്ടാവുന്നു, എന്തുകൊണ്ട് ഓട്ടിസം വരുന്നു, എന്തുകൊണ്ട് സെറിബ്രൽ പാൾസി വരുന്നു. 4.5 വർഷത്തെ ഗവേഷണം ചെയ്തപ്പോൾ എനിക്കൊരു കുഴപ്പം കൂടി ഉണ്ടായി. അതിനുശേഷം ഇന്ന് വരെ എന്റെ ക്ലിനിക്കിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഇത്തരത്തിലുള്ള കുട്ടികളെ കൊണ്ട് രക്ഷിതാക്കളാണ്. അവരുടെ കരച്ചിലാണ് ഏറ്റവും കൂടുതൽ ഈ ചെവിയിൽ ഇപ്പോഴും മുഴങ്ങുന്നത്. അവർക്ക് കിട്ടിയ കുട്ടിക്ക് ബുദ്ധിയില്ലാതെ പോയി, അല്ലെങ്കിൽ ശരീരം, കയ്യും കാലും ഒക്കെ വളഞ്ഞു കുത്തിപ്പോയി. അവരും അമ്മമാരാണ്, അവരും അച്ഛന്മാരാണ്. പക്ഷെ അവിടെയാണ് നമ്മളെന്ന് പറയുന്ന ഒരു സൊസൈറ്റി അങ്ങേയറ്റം ഭാഗ്യം ചെയ്തവര്. ഇന്ന് ഞാനിങ്ങനെ സ്റ്റേജിൽ ഓരോ കുട്ടി വരുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നി. കാരണം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കുട്ടി. അപ്പോൾ നമ്മളൊക്കെ ദൈവവിശ്വാസികളാണെങ്കിൽ, ഞാനൊരു ദൈവവിശ്വാസികളോട് പറയാം, ഈശ്വരൻ നമുക്ക് തന്ന വരദാനമാണ് ഓരോ കുട്ടിയും എന്ന് എപ്പോഴാണോ രക്ഷിതാക്കൾ തിരിച്ചറിയുന്നത്, അവിടെയാണ് രക്ഷാകർത്തൃത്വം ആരംഭിക്കുന്നത്, പാരന്റിങ്. അതുകൊണ്ട് തന്നെ ഇന്ന് പലപ്പോഴും നമ്മൾ അഭിമാനത്തോടെയൊക്കെ പറയുന്നുണ്ട് നമ്മുടെ വിദ്യാഭ്യാസം ഒരുപാട് പുരോഗമിച്ചു. ഞാൻ ഒട്ടും അംഗീകരിക്കാൻ തയ്യാറില്ല. ആർക്ക് എന്ത് വേണമെങ്കിലും തോന്നിക്കോട്ടെ. കാരണം 52 കൊല്ലം മുമ്പ് 52 ഇയേഴ്സ് ബാക്ക്, 52 കൊല്ലം മുമ്പ് ഞാൻ 1ാം ക്ലാസ്സിലായിരുന്നു. ആ 1ാം ക്ലാസ്സിൽ ഞാൻ എന്തൊക്കെയാണോ ഞാൻ നേരിട്ടത് അതിൽ ഒരു പട്ടി പോലും ഇന്നും കേരളത്തിലൊക്കെ, ഞാൻ കേരളം എന്ന് പറയുമ്പോൾ മറ്റു സംസ്ഥാനങ്ങൾ നന്നാക്കി കേരളം മോശാക്കി പറയണ്ട, ഇന്ന് അത് തന്നെയാണ് 50 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ തിരുത്താൻ പറ്റും. കാരണം അന്ന് 10 മണിക്ക് സ്കൂളിൽ എത്തുന്നു, ബെല്ലടിക്കുന്നു, റബ്ബർ ബാൻഡ് വലിച്ചു വിട്ടവരെ നിൽക്കുന്നു, പ്രാർത്ഥന, അത് കഴിഞ്ഞാൽ 1ാം പീരീഡ്, 2ാം പീരീഡ്, ബ്രേക്ക്, 3ാം പീരീഡ്, ലഞ്ച് ബ്രേക്ക്, 4 മണിയപ്പോൾ ജനഗണമന. ഞാൻ അനുഭവിച്ചതാണ്. അതിൽ നിന്ന് ഒരു പടി പോലും ഇന്നും നമ്മൾ പുരോഗമിച്ചിട്ടില്ല. ആകെ മാറിയത് ഞങ്ങളൊക്കെ സെൻട്രലൈസ്ഡ് AC ക്ലാസ് റൂമിലായിരുന്നു ഞാനൊക്കെ പഠിച്ചത്. മഴ പെയ്തൊരുത്തുള്ളി വെള്ളം പുറത്തേക്ക് പോവാത്ത സൂപ്പർ AC ക്ലാസ് റൂമിൽ ഇത് പഠിച്ച ഞാൻ. ആകെ വ്യത്യാസം വന്നത് കോൺക്രീറ്റ് ക്ലാസ് റൂം ഉണ്ട്. ഒരു ചേഞ്ചും ഇല്ല. അതിനേക്കാൾ വളരെയധികം എനിക്ക് സങ്കടം തോന്നിയിട്ടുള്ളത്, ഒരുപാട് രാജ്യങ്ങളിൽ യാത്ര ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. എന്നെങ്കിലും എന്റെ മുമ്പിരിക്കുന്ന നിങ്ങളോട് എന്നെങ്കിലും അവസരം കിട്ടിയാൽ നിങ്ങൾ പോകേണ്ട ഒരു രാജ്യമുണ്ട്, സ്വിറ്റ്സർലാൻഡ്. ഭൂമിയിലെ പർദീസ എന്നൊക്കെ വിളിക്കും. ഞാൻ അതിന്റെ ഭംഗി കാണാനല്ല പറഞ്ഞത്. അവിടെയുണ്ട് ലോകത്തിലൊരു വിദ്യാഭ്യാസ സമ്പ്രദായം ആ രാജ്യം ഷേപ്പ് ചെയ്തിട്ടുണ്ട്. 3ാം ക്ലാസ്സിൽ ഒരു കുട്ടി എത്തുമ്പോൾ, 3ാം ക്ലാസ്സിൽ ഒരു കുട്ടി എത്തുമ്പോൾ ആ കുട്ടിക്ക് സെൽഫ് കാപ്പബിലിറ്റി ഡെവലപ്പ് ചെയ്യുന്നു. സ്വന്തമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി ആ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഒറ്റയ്ക്ക് ഒരു കടയിൽ പോയി സാധനം വാങ്ങി ബാക്കി പണം തിരിച്ചു കൊണ്ടുവരാൻ 3ാം ക്ലാസ്സിലെ കുട്ടിക്ക് അറിയാം. ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിൻ ടിക്കറ്റ്